ഒന്നാം വർഷ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സ് പേപ്പർ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള ഒരു വിഷയമാണ്. ഒരു മികച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഫുൾ മാർക്ക് വാങ്ങുക എന്നതും ഒരു സാധാരണ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം A+ നേടുക എന്നത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഒരു കാര്യം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങളുടെ ഒരു വിശകലനമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലത്തെ മാർച്ച് ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫുൾ മാർക്ക് വാങ്ങുക എന്നത് അസാധ്യമായ ഒരു കാര്യം അല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ചാപ്റ്റർ ബേസിലുള്ള അനാലിസിസ് ആണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. എക്കണോമിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ്. എക്കണോമി സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് ആരംഭിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ അവരുടെ നയങ്ങളും അത് ഇന്ത്യൻ എക്കണോമിയെ എങ്ങനെ ബാധിച്ചു എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നത്. വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു ചോദ്യമായിട്ട് പറയാൻ സാധിക്കുന്നത് അഗ്രികൾച്ചർ സെക്ടറിലെ സ്റ്റാഗ്നേഷൻ ആണ്. മറ്റൊന്ന് ഡെമോഗ്രാഫിക് കണ്ടീഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വന്നിട്ട് ഇന്ത്യക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായ ഇന്ത്യൻ എക്കണോമിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ മാത്രമാണ് ചില ഗുണങ്ങൾ ഉണ്ടായത്. ഇത്തരം കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വിദ്യാർത്ഥി പ്രതീക്ഷിക്കേണ്ടത്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ എക്കണോമി ഇൻ 1950 1990 കാലഘട്ടത്തിലുള്ള ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചാണ് ഈ ചാപ്റ്ററിലൂടെ വിശകലനം ചെയ്യപ്പെടുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ ആണ്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം പ്രതീക്ഷിക്കാം. ഗ്രീൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ സബ്സിഡിയെ കുറിച്ചുള്ള ചോദ്യം, ഡിബേറ്റ്സ് ഓവർ സബ്സിഡീസ്, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956, അതുപോലെ തന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, താരിഫ് ട്രേഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ സിസ്റ്റം ഓഫ് എക്കണോമി, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് ഒക്കെ ഉള്ള ചോദ്യങ്ങൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ പരീക്ഷയ്ക്കും ഇത്തരം ക്വസ്റ്റ്യങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ ചാപ്റ്റർ വരുമ്പോൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ ആണ്. ഈ ചാപ്റ്ററിൽ 1991 ആരംഭിച്ച ന്യൂ എക്കണോമിക് പോളിസീസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ലിബറലൈസേഷൻ എന്താണെന്നും ഗ്ലോബലൈസേഷൻ എന്താണെന്നും പ്രൈവറ്റൈസേഷൻ എന്താണെന്നും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് മറ്റൊരു ചോദ്യം ചോദിക്കാൻ കൊള്ളാവുന്നത് ഔട്ട്സോഴ്സിംഗ് എന്താണെന്നാണ്. 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആയിട്ട് പല പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. WTA കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമി ഡ്യൂറിംഗ് റിഫോംസ് ആൻഡ് അസസ്മെന്റ്, അതും ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു വർഷം ചോദിക്കുകയുണ്ടായി. 1991 ന്യൂ എക്കണോമിക് പോളിസിയെ കുറിച്ചുള്ള ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഈ 3 ചാപ്റ്ററും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിൽ ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിക്കുന്നതിന് കാലഘട്ടത്തിലുള്ള ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിലാവുമ്പോൾ 1991 ഇന്ത്യൻ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ
ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അത് വന്നതിന് ശേഷം ന്യൂ എക്കണോമിക് പോളിസി എന്ന പേരിൽ ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടായ ചേഞ്ചസ് ഈ 3 ചാപ്റ്ററിലൂടെ ഈ രീതിയിലാണ് വിവരിക്കുന്നത്. ഈ 3 ചാപ്റ്റർ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ബേസ് ആണ്. വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ സ്വല്പം പ്രയാസമുള്ള ഈ 3 ചാപ്റ്ററുകൾ മാത്രമാണ്. പിന്നീടുള്ള ചാപ്റ്ററുകൾ നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. 4ാമത്തെ ചാപ്റ്റർ പോവർട്ടിയാണ്. ഒരുപക്ഷെ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നുണ്ട് എന്നതാണ് പ്രത്യേകത. പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് പോവർട്ടി എന്ന് ചോദിക്കാം. കാറ്റഗറൈസിങ് പോവർട്ടി എന്ന ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാറുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഗ്രാഫിന്റെയൊക്കെ സഹായത്തോടെ ഗ്രാഫ് വരച്ചിട്ട് പലതരത്തിലുള്ള യൂഷ്വലി പുവർ, ചേണിങ് പുവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാം. പിന്നെ കോസസ് ഓഫ് പോവർട്ടി എന്നൊരു ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇത്തരം ചോദ്യങ്ങളാണ് ഈ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് വരുന്നത്. എങ്കിൽ തന്നെയും കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. 3 ഹെഡിങ്ങിലൂടെ പറയുന്നുണ്ട്. അത് വ്യക്തമായിട്ട് വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യവും അതാണ് എന്നതാണ് പ്രത്യേകത. 5ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു പക്ഷേ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്. എഡ്യൂക്കേഷൻ, മൈഗ്രേഷൻ, ഓൺ ദി ജോബ് ട്രെയിനിങ്, ഇൻഫർമേഷൻ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 4 പോയിന്റിന്റെ വിശദീകരണമാണ്. ഈ കാര്യം കുട്ടികൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പൊ ഹ്യൂമൻ ക്യാപിറ്റലും എക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. ചില റെഗുലേറ്ററി ബോഡീസിനെ കുറിച്ച് ചോദിക്കാം. NCERT പോലെ ഉള്ള റെഗുലേറ്ററി ബോഡീസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ചില വർഷങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ എക്കണോമി ദ എമർജിംഗ് സൂപ്പർ പവർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിലെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരം വിഷയങ്ങൾ വിദ്യാർത്ഥികൾ ഗാഢമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമുള്ള കാര്യം. 6ാമത്തെ ചാപ്റ്റർ റൂറൽ ഡെവലപ്മെന്റ് ആണ്. ഗാന്ധിജിയുടെ സ്വപ്നം ഗ്രാമങ്ങളുടെ വികസനമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് ഇന്ത്യയിൽ 6 ലക്ഷത്തോളം ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ രാജ്യം വികസിക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്തുനിന്നും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചില വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻ റൂറൽ ഏരിയാസ്, അതുപോലെ റൂറൽ ബാങ്കിങ് എന്താണെന്ന് മനസ്സിലാക്കുക. റൂറൽ ഡെവലപ്മെന്റ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഹോർട്ടിക്കൾച്ചർ തുടങ്ങിയ മേഖലയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ്, ഇന്ത്യയുടെ വില്ലേജുകളെ കുറിച്ച്, ഓർഗാനിക് ഫാമിംഗ്, ഇത്തരം ചോദ്യങ്ങളാണ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചു വന്നിട്ടുള്ളത്. 7ാമത്തെ ചാപ്റ്റർ എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫർമേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. ഇതിനകത്ത് ചേഞ്ചിങ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ, വുമൻ എംപവർമെന്റ്, ഇത്തരം ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. ഈ വർഷവും ഇതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. 8ാമത്തെ ചാപ്റ്റർ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ പ്രധാനമായിട്ടും എനർജിയെ കുറിച്ച് പറയുന്നു. സോഴ്സസ് ഓഫ് എനർജി എന്നുള്ള ക്വസ്റ്റ്യൻസ് പലവട്ടവും ആവർത്തിച്ചിട്ടുണ്ട്. പവർ സെക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹെൽത്ത് സെക്ടർ നേരിടുന്ന ചലഞ്ചസിനെ കുറിച്ച് പറയുന്നു. മറ്റൊരു ചോദ്യമാണ് മെഡിക്കൽ ടൂറിസം എന്താണെന്ന് ചോദിക്കാം. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു വന്നിട്ടുണ്ട്. ഈ വർഷവും ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് കുട്ടികൾ കൂടുതലായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. 9ാമത്തെ ചാപ്റ്റർ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ചാപ്റ്റർ ആണ്. ഇതിനകത്ത് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ ചോദ്യം വേണമെങ്കിൽ ഇനിയും ആവർത്തിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്താണ് എൻവയോൺമെന്റ്, ബയോട്ടിക് ഫാക്ടർ, അബയോട്ടിക് ഫാക്ടർ, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്, ഓസോൺ ഡിപ്ലീഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. എൻവയോൺമെന്റൽ ക്രൈസിസ് ഇൻ ഇന്ത്യ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. എയർ പൊല്യൂഷനെ കുറിച്ച്, അതുപോലെ തന്നെ ലാൻഡ് ഡിഗ്രഡേഷൻ, വാട്ടർ പൊല്യൂഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പരീക്ഷയിൽ ചോദിക്കാൻ കൊള്ളാം. ഓസോൺ ഡിപ്ലീഷൻ,
ഗ്ലോബൽ വാർമിംഗ് തുടങ്ങിയ കാര്യങ്ങളും കുട്ടികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മേഖല തന്നെയാണ്. 10ാമത്തെ ചാപ്റ്റർ എ കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഇന്ത്യ ആൻഡ് നെയ്ബേഴ്സ്. അപ്പം ചൈനയും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഡെവലപ്മെന്റ് എക്സ്പീരിയൻസിന്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് 10ാമത്തെ ചാപ്റ്ററിലൂടെ ചെയ്യുന്നത്. ഈ ഒരു ചോദ്യം തന്നെ, അതായത് കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് ഇന്ത്യ, ചൈന ആൻഡ് പാകിസ്ഥാൻ, ഈ ഒരു ക്വസ്റ്റ്യൻ കുട്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. അവരുടെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസിനെ കുറിച്ചും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി മനസ്സിലാക്കിയിരിക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഉള്ള ഒരു ചോദ്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കും. എക്കണോമിക്സിന്റെ 10 ചാപ്റ്ററുകളിൽ നിന്ന് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 9 ചാപ്റ്ററുകളുണ്ട്. ഇതിൽ നിന്ന് ഒരു 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്കണോമിക്സിന്റെ പേപ്പറിനകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റാറ്റിക്സിന്റെ 1ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിക്സ് എന്താണെന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് സ്റ്റാറ്റിക്സ് എന്നുള്ള ഡെഫിനിഷൻ, പ്ലൂറൽ ഫോം ഓർ സിംഗുലർ, അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ സ്റ്റാറ്റിക്സുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇക്കാര്യങ്ങളാണ് 1ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ എന്താണെന്ന് വ്യക്തമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്ററാണ് 1ാമത്തെ ചാപ്റ്റർ. 2ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ കളക്ഷൻ ഓഫ് ഡാറ്റയെ കുറിച്ചാണ് പറയുന്നത്. ഈ ചാപ്റ്ററിനകത്ത് സോഴ്സസ് ഓഫ് ഡാറ്റാസിനെ കുറിച്ച് പറയുന്നു, മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ, 2 തരത്തിലുള്ള ഡാറ്റാസ് ആണ്, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള സോഴ്സസ് എന്തൊക്കെയാണെന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ വർഷവും വേണമെങ്കിൽ അത് ആവർത്തിക്കാം. ഒരു നല്ല ക്വസ്റ്റിനെയറിന് ഉണ്ടാവേണ്ട ഗുണങ്ങൾ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരുപക്ഷെ പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു നല്ല ക്വസ്റ്റിനെയർ തയ്യാറാക്കാൻ പറയാറുണ്ട് വിദ്യാർത്ഥി. സോഷ്യോ എക്കണോമിക് കണ്ടീഷനെ കുറിച്ച് ഒരു ക്വസ്റ്റിനെയർ തയ്യാറാക്കാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ 2021 സെൻസസിന് നിങ്ങൾ എന്യൂമറേറ്റർ ആയിട്ട് നിയമിക്കാൻ പോകുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ക്വസ്റ്റിനെയർ തയ്യാറാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ചാപ്റ്റർ ബന്ധപ്പെട്ട് പല പരീക്ഷയ്ക്കും വന്നിട്ടുണ്ട്. ഇനിയും ഇത് ആവർത്തിക്കാം. അതുപോലെ തന്നെ സെൻസസ് എന്താണ്, സാമ്പിളിംഗ് എന്താണ്, NSSO എന്താണ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയാണ്. അതിനെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റാസിനെ പലതരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ചാപ്റ്ററുകളുടെ ഒരു ബേസ് കൂടിയാണ് ഈ സീരീസുകൾ. അപ്പോൾ ഈ സീരീസുകൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് ഘടകമാണ്. പിന്നെ ഇൻക്ലൂസീവ് മെത്തേഡ് എന്താണ്, എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്താണ്, ഇവയുടെ പ്രോബ്ലംസുകൾ വിദ്യാർത്ഥികൾ ചെയ്ത് പഠിക്കുന്നത് മനസ്സിലാക്കുന്നതൊക്കെ വളരെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഘടകം തന്നെയാണ്. 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന പ്രസന്റേഷൻ ഓഫ് ഡാറ്റയാണ്. ടാബുലർ പ്രസന്റേഷന്, ടെക്സ്റ്റൽ പ്രസന്റേഷന്, ഡയഗ്രമാറ്റിക് പ്രസന്റേഷന്, അതുപോലെ തന്നെ ഒരു ടേബിളിന്റെ വിവിധ പാർട്ടുകൾ, 8 പാർട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ വർഷവും ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഡയഗ്രമാറ്റിക് പ്രസന്റേഷനകത്ത് ബാർ ഡയഗ്രത്തെ കുറിച്ച്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തെ കുറിച്ച്, പൈ ഡയഗ്രത്തെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കാവുന്ന. ഇതൊക്കെ വരച്ച് പഠിക്കാൻ പ്രത്യേകമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാം എന്താണ്, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒജൈവ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വിദ്യാർത്ഥികൾ ചെയ്ത് പഠിക്കുന്നത് വളരെ പടങ്ങളൊക്കെ വരച്ച് പഠിക്കുന്നതൊക്കെ പരീക്ഷയ്ക്ക് നല്ല ഫുൾ മാർക്ക് മേടിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള 5ാമത്തെ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. മീൻ, മീഡിയൻ, മോഡ് ഇവയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ നിന്ന് ഒരു പ്രോബ്ലം തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പല മെത്തേഡുകൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഏതെങ്കിലും ഒരു മെത്തേഡിനെ കുറിച്ചുള്ള പ്രോബ്ലം വ്യക്തമായിട്ട് വിദ്യാർത്ഥികൾ ചെയ്ത് പഠിക്കണം. ഒരു പക്ഷേ ഇത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിയറി ആയിട്ടൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നതും വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. 6ാമത്തെ ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ആണ്. ഇതിനകത്ത് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ നിന്ന് ഒരു പ്രോബ്ലം പല ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉള്ളത് ഇച്ചിരി പ്രയാസമുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. കുട്ടികൾ ചെയ്ത് പഠിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഒരു പരിഹാരം. അങ്ങനെയുള്ള കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ. പിന്നൊന്നാണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ലോറൻസ് കർവ് എന്ന് പ്രോബ്ലം ഒന്നും ചോദിക്കാറില്ല, സാധാരണ തിയറി ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ലോറൻസ് കർവ് എന്താണെന്ന് വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. അടുത്ത 7ാമത്തെ ചാപ്റ്ററിനകത്ത് കോറിലേഷൻ എന്താണെന്ന് പറയുന്നു.
ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്താണെന്ന് പല പരീക്ഷയും ചോദിച്ചിട്ടുണ്ട്, ഈ വർഷവും ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. സ്കാറ്റർ ഡയഗ്രത്തെ കുറിച്ച് ഒരു 4 മാർക്കിന്റെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോൾ പിയേഴ്സിന്റെ കോറിലേഷൻ, സ്പിയർമാൻ കോറിലേഷൻ, ഇത്തരം പ്രോബ്ലങ്ങൾ വിദ്യാർത്ഥികൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഇത്തരം ക്വസ്റ്റ്യൻസ് 1-2 വർഷങ്ങളിൽ ഇങ്ങനെ ആവർത്തിച്ച് വന്നിട്ടുണ്ട് എന്നതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റ് 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ ആണ്. ഇൻഡെക്സ് നമ്പർ എന്ന ചാപ്റ്ററിനകത്ത് വാട്ട് ഈസ് ഇൻഡെക്സ് നമ്പർ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു പ്രോബ്ലം, ഇപ്പം കൺസ്ട്രക്ഷൻ ഓഫ് എൻ ഇൻഡെക്സ് നമ്പർ കണ്ടെത്തുവാൻ വേണ്ടി എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കുട്ടികൾ പഠിക്കുന്ന നല്ലതാണ്. അത് ഒരു 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. അവസാന ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിക്സിന്റെ അവസാന ചാപ്റ്ററിനകത്ത്, അതായത് യൂസ് ഓഫ് സ്റ്റാറ്റിക്കൽ ടൂൾസ് എന്നാണ് ചാപ്റ്ററിന്റെ ഹെഡിങ് ആയിട്ട് വരുന്നത്. അതിനകത്ത് ഒരു പ്രോജക്റ്റിന് വേണ്ട സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, 7 തരത്തിലുള്ള സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ആ സ്റ്റെപ്പുകൾ വിദ്യാർത്ഥി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സജസ്റ്റഡ് ലിസ്റ്റ് ഓഫ് പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് 1-2 ടോപ്പിക്കുകൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറയാറുണ്ട്. ഇത്തരം ഒരു വിഷയത്തെ കുറിച്ച് കൂടി വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കുന്നത് 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഇതും പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ എക്കണോമിക്സിന്റെയും സ്റ്റാറ്റിക്സിന്റെയും 19 ചാപ്റ്ററുകൾ, എക്കണോമിക്സിന്റെ 10 ചാപ്റ്റർ, സ്റ്റാറ്റിക്സിന്റെ 9 ചാപ്റ്ററിൽ നിന്നുള്ള ഏകദേശം ഇതുവരെയുള്ള 8 വർഷത്തെ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളുടെ ഒരു വിശകലനമാണ്. എക്കണോമിക്സ് എന്നുള്ളൊരു പേപ്പർ വളരെ എളുപ്പമുള്ളൊരു പേപ്പറാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഭാഗങ്ങളും പഠിക്കുന്നത് തന്നെ മനോഹരമാണ്. പഠിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് പഠിക്കണമെന്ന് മാത്രം. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട തുടർ വീഡിയോസുകൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട തുടർ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി.